ഫാക്ടറാണ്. എന്താണ് ഷോ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു, അവരെ സപ്പോർട്ട് ചെയ്യുന്നു. ബ്രോ എനിക്കറിയത്തില്ല ഷോ ആരെ സപ്പോർട്ട് ചെയ്യുന്നു. ബ്രോ എനിക്ക് ഷോ അങ്ങനെ ഭയങ്കരമായിട്ട് ഞാൻ കാണാറില്ല, എനിക്കൊരു ഐഡിയ ഇല്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ പറയാം. സീസൺ 5 ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ അത് എൻ്റെ മോൾ ഷൈനാണോ ഏഷ്യനിൽ എനിക്കറിയത്തില്ല. പക്ഷെ ഇവർ രണ്ടുപേരും ചേരുമ്പോഴാണ് ഒരു ഷോ ഉണ്ടാവുന്നത്, ബിഗ് ബോസ്. ആ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടിയേക്കുന്നത്, ഏറ്റവും കൂടുതൽ എന്താണ് പറയാ, ബാക്കിൽ നിന്ന് താങ്ങി പിടിച്ചിട്ടുള്ള വ്യക്തി തന്നെയാണ്. അത് ഞങ്ങളും ഉള്ളിൽ പലരും പല സമയത്ത് അതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ആൻഡ് അതിപ്പം ഞാനിപ്പോൾ ഇവിടെ നിന്ന് വന്ന് ഞാനിങ്ങനെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഒരു ഇത് പിന്നെ ഇവനങ്ങനെ ബ്രോ ഓപ്പൺ ആയിട്ടാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പം ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു, ഒരു എന്താ പറയാ, ഒരു ഫിസിക്കൽ അസോൾട്ട് എന്നൊക്കെ പറയുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പം ഒരാളെ വന്ന് ഈ പറയുന്ന പോലെ ഒരു ഫിസിക്കലി ഒരു പരിപാടി ചെയ്തു. അപ്പം തന്നെ മറ്റേ ഫ്ലിപ്പായിട്ട് മറ്റേ പോയി ഞാൻ പറഞ്ഞു പറ്റത്തില്ല, ഇയാളെ പുറത്താക്കണം എന്ന് പറഞ്ഞ് കുറേ നേരം ഒരു സംഭവം ഉണ്ടായിരുന്നു. ഫൈനലി ഇയാള് ക്ഷമിച്ചു. എന്നിട്ട് ക്ഷമിച്ചിട്ട് ആ കേസ് വിട്ട് അവിടെ തീർത്തു. അതാണ് നിങ്ങൾ കണ്ടത്. അപ്പം അത് ക്ഷമിപ്പിച്ചതാണോ എന്നുള്ളൊരു ഫാക്ടർ അതിൽ കളയുന്നത്. ഞാനതിൽ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പോകാനോ ചെയ്യാനോ ഭയങ്കരമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അവിടെ വേറൊരു വ്യക്തി അവിടെ ഇരിപ്പുണ്ടായിരുന്നു ഇതെല്ലാം കണ്ടോണ്ട്. റോബിൻ ഒരു വർഷത്തിന് മുമ്പ് അതേ വ്യക്തിക്ക് സംഭവിച്ചൊരു കാര്യമാണ്. അയാളുടെ കൺമുന്നിൽ അയാൾ അപ്പൊ അയാൾ ഇത്രയായിട്ട് ഷോ ദ ഫോൺ. പിന്നെ ഈ പറയുന്ന പോലെ ഇപ്പം മെയിനായിട്ട് നടക്കുന്ന ഇഷ്യൂ ഈ പറയുന്നത് ഫിബിൻ ഇങ്ങനെയാണ് അല്ലെ, പുള്ളിനെ പുറത്താക്കി. ബ്രോ എനിക്കറിയത്തില്ല സത്യം പറയുകയാണെങ്കിൽ. എനിക്കറിയാവുന്ന കാര്യം ഞാൻ പറയാൻ ബ്രോ, എൻ്റെ അമ്മ വീട്ടിൽ ഈ ഷോ കാണാറുണ്ട്. അപ്പം എൻ്റെ അമ്മ പറയുന്നത് സിബിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നതിന് പിന്നെയാണ് ഈ ഷോ കാണാൻ ഒരു രസമൊക്കെ ഉണ്ടായത്. അവർക്ക് ഇഷ്ടപ്പെട്ടത് അങ്ങനെ ഒരാളാണെന്നാണ് ഞാൻ കേട്ടത്. പക്ഷെ അറ്റ് ദ സെയിം ടൈം പുള്ളി പുറത്ത് പോകുന്നതിന് മുമ്പ് പുള്ളി പറയുന്ന പോലെ മാനസികമായി പുള്ളിയോടൊന്ന് പറഞ്ഞാണ്, എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം, ബിഗ് ബോസ് എനിക്ക് പറ്റുന്നില്ല, ഇതെന്നെ കൊണ്ട് കഴിയുന്നില്ല എന്ന് പറഞ്ഞ് പുള്ളി 1 or 2 ടൈംസ് അവിടെ നിന്ന് പുള്ളിക്ക് ഒട്ടും പറ്റാത്ത രീതിയിലാണ് പുള്ളി എന്നിട്ട് അവസാനം അവിടെ നിന്ന് ഇറങ്ങുന്നത്. മനസ്സിലായില്ലേ? അപ്പം ബ്രോ ഇത് ഞാനും പറഞ്ഞിട്ടുണ്ട്, ഇതവിടെ പലരും പറഞ്ഞിട്ടുണ്ട്, ബ്രോ പറ്റുന്നില്ല ബ്രോ, ബിക്കോസ് എല്ലാവർക്കും അറിയാൻ പറ്റും പുള്ളിക്കാരൻ ഇറങ്ങുമ്പോഴത്തേക്കും എന്തൊക്കെയാണ് പറഞ്ഞിട്ട് ഇറങ്ങിയെന്നുള്ള കാര്യം. പുള്ളിക്കാരനൊട്ടും പറ്റുന്നില്ലായിരുന്നു, അതുകൊണ്ടാണ് പുള്ളിക്കാരൻ ഇറങ്ങിയത്. എല്ലാവരും പുള്ളി മറ്റേ ജഡ്ജി ഇവനെന്നും കുറിച്ചൊരു പാട്ട് ഇമോഷൻ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടമല്ല, തീരെ ഇങ്ങോട്ടാണ് അടിക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമല്ലാന്ന് എനിക്കറിയാം. അതേപോലെ ഇപ്പം സിബിൻ്റെ കേസ് ആയിക്കോട്ടെ, അല്ല ഇപ്പം ഈ ഇമോഷണലി ചാനലിനെതിരെ പോകുന്ന ഒരു കേസ് ആയിക്കോട്ടെ, എല്ലാ സൈഡിലും തീരെ ഇങ്ങോട്ട് അടിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഇമോഷൻസ് ഇങ്ങോട്ട് അടിക്കുമ്പോൾ പുള്ളി പെട്ടെന്ന് അതിലോട്ടൊരു ബോട്ടും കൊണ്ടുവന്നിട്ടിട്ട് ഞാനാണ് ഈ തിരയുടെ രാജാവ്, ഞാനാണ് ഈ വേവ്സിലേക്ക് അങ്ങോട്ട് പെട്ടെന്ന് വന്ന് ആ ഇമോഷന്റെ മേത്ത് കയറി ആ ഇമോഷനെ പുള്ളിയുടേതാക്കി, അല്ല പുള്ളി അതിലൊരു നേതാവായി മാറുന്നതാണ് എനിക്ക് തോന്നുന്നതല്ല, ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ എനിക്കറിയാം 100% ഞാനിപ്പോൾ ഈ പറയുന്നതിന് ഒരുപാട് തെറിയും ചെയ്തു. ആൾക്കാർ പറയും ഇവനെന്തിനാണ് വാങ്ങാനാണ്, ഇതിനെങ്ങനെയാണ് ചാനലാട്ടാൻ പറഞ്ഞപ്പോൾ എന്ത് തേങ്ങ വേണമെന്ന് പറഞ്ഞു. എനിക്ക് ഓപ്പണായിട്ട് എനിക്ക് തോന്നിയ കാര്യം ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്. ആരും പറഞ്ഞായിരുന്നു അതിൻ്റെ അപ്പനല്ല എൻ്റെ അമ്മയല്ല, ഞാനൊന്ന് പറയുമ്പോൾ എനിക്ക് തോന്നിയ കാര്യമാണ് ഞാൻ ഒന്ന് പറയുന്നത്. ആൻഡ് അഗൈൻ ഞാൻ കൺക്ലൂഡ് ചെയ്യുമ്പോൾ എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ്. പിന്നെ ദാറ്റ് ഈ പറയുന്ന ഇപ്പോൾ പറഞ്ഞല്ലോ, ഇങ്ങനത്തെ സെക്സ്വലോ അല്ല ഇങ്ങനത്തെ ഫേവേഴ്സോ അല്ല അങ്ങനത്തെ കാര്യങ്ങൾ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ 100% തെറ്റാണ്. നിങ്ങൾക്കത് അങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ പ്ലീസ് നിങ്ങൾ പ്രൂഫോടെ വരും. ബിക്കോസ് അതിലാണ് എന്തെങ്കിലും സെർട്ടനിറ്റി ഉള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, പുള്ളി അവിടെ നിന്ന് അങ്ങ് ജഡ്ജ് ചെയ്തു. ഏതോ ഒരു സ്ത്രീ അവിടെ വന്നിട്ട് എന്താണ് സുഖിപ്പിച്ചാണ് ഇത്ര ഉണ്ടാക്കിയെന്ന് പുള്ളിയുടെ ഒരു ഇതിൽ പുള്ളി അങ്ങ് ജഡ്ജ് ചെയ്തു. അപ്പോൾ അതേപോലത്തെ നിങ്ങളുടെ ഒരു ജഡ്ജ്മെന്റ് അല്ല എന്ന് ആർക്കറിയാം. പിന്നെ ഞാൻ നിങ്ങളുടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു നിങ്ങൾ കൊടുത്തത്. അപ്പം നിങ്ങളതിൽ പറയുന്നുണ്ട് ഇന്ന വ്യക്തിയെ ഇങ്ങനെ ഷോയിൽ ലാലേട്ടൻ വഴക്ക് പറഞ്ഞില്ല, നിങ്ങൾ പേരെടുത്തൊരു വ്യക്തിയുടെ പേര് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ ഈ സൂചിപ്പിക്കുന്നു അല്ല ഇങ്ങനെ ഇതാവുന്നു എന്ന് നിങ്ങൾ ആ വ്യക്തിനാണോ ഉദ്ദേശിക്കുന്നത് അല്ല വേറെ ആരെങ്കിലും ആണോ? ഇതിനൊരു കുറച്ചും കൂടി ക്ലിയർ ആയിട്ടൊരു സാധനം തരുവാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. ആൻഡ് അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ 100% എവറിബഡി വിൽ സപ്പോർട്ട്. മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര എളുപ്പമായിരിക്കും ബ്രോ. ഇപ്പോൾ ഒരു ഇന്റർവ്യൂവിന് പോയിട്ട് 1 ലക്ഷം 2-3 ലക്ഷം വാങ്ങിച്ച് അവിടെ ഇരുന്ന് ഇങ്ങനെ നിങ്ങൾക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങളും എന്തിനാണ് കോൺട്രിബ്യൂഷൻ ഉണ്ടാക്കുന്നത്? കാര്യം നമ്മുടെ ലൈവ് ലൈമിൽ നിന്ന് മാറുമ്പോഴത്തേക്കും ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടാക്കി തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആൾക്കാർ വീണ്ടും വിളിക്കും, വീണ്ടും ഇന്റർവ്യൂ കിട്ടും, അതുവഴി പൈസ കിട്ടും. അതിനുവേണ്ടി മാത്രം
അല്ലെങ്കിൽ പുള്ളിക്കാരന് പിന്നെ ഇങ്ങനെ കാർഡടച്ച് വെടിവെക്കേണ്ട കാര്യമൊന്നുമില്ല. അത് വീണ്ടും സീസൺ 5 വിന്നർ, സീസൺ 6 എന്തുവാ കോൺട്രവേഴ്സി കിങ് അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വെറും ഒരു എന്തുവാ പെറോട്ട് നാടകം, അത്രയേ ഉള്ളൂ. ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അഖിൽ മാരാർ എന്ന് ഞാൻ നിസ്സംശയം പറയും. എനിക്കാരും പേടിയൊന്നുമില്ല. കാര്യം പുള്ളിക്കാരനെ എല്ലാം ഇങ്ങ് വരട്ടെ, എല്ലാം ഇങ്ങ് പോരട്ടെ, എല്ലാം എന്നിലൂടെയാണ് എല്ലാം പോകുന്നത്, ഞാനാണ് എല്ലാം എന്നുള്ള ഒരു ചിന്താഗതിയുള്ള ഒരാളാണ്. അങ്ങനെയൊന്നും അല്ല അഖിലേ. അഖില് പിന്നെ ഈ അഖിലിന്റെ നിലപാടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാല് എന്തുവാ ഓന്തിനെ പോലെ നിറം മാറുന്ന ഒരാളാണ് അഖില്. ഓന്തിനെ പോലെ നിറം മാറും. കാര്യം ലുലു മാളിന്റെ ഫ്രണ്ടിൽ ചെന്ന് നിന്ന് മുണ്ട് പൊക്കുന്നത് ബിഗ് ബോസിനെക്കാരും നല്ലതെന്ന് പറഞ്ഞ അഖില്, അതേ അഖില് തന്നെ ബിഗ് ബോസ് ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ അഖില് ഒരു ലൈഫ് ഉണ്ടാക്കി കൊടുത്തതും ബിഗ് ബോസ് തന്നെയാണ്. അതേ അഖില് ബിഗ് ബോസിനകത്ത് കാണിച്ചിട്ടുള്ളത് എന്താണെന്നുള്ള കാര്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അഖിലിന്റെ നിലപാടുകൾ എന്താണെന്ന് അറിയാം, അഖിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നറിയാം, അഖിലിനെ എന്തുമാത്രം ബിഗ് ബോസ് സേവ് ചെയ്തിട്ടുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള അഖിൽ വന്നിട്ട് ബിഗ് ബോസിനെ കുറിച്ചിട്ടും അതുമല്ല അവിടെ ഉണ്ടായിരുന്ന ലേഡീസിനെ കുറിച്ചിട്ടൊക്കെ ഇത്രയും രീതിയിൽ മോശമായിട്ട് സംസാരിച്ചിട്ട് അതിനെ വന്ന് ന്യായീകരിച്ചിട്ട് കോഴി കട്ടവന്റെ തലയിലെ പൂട കാണത്തുള്ളൂ, വിമർശിക്കുന്ന എല്ലാവരും ഇതിൽ പെട്ടവരാണെന്നും കൂടെ അഖിൽ പറഞ്ഞു. അഖിലിനെ വിമർശിച്ചാല് അവര് ഇതിൽ പെട്ട ആൾക്കാരാണെന്നും കൂടെ അഖിൽ പറഞ്ഞു. അത് ഭയങ്കര മോശമായി പോയില്ലേ? എന്താ അഖിലിനെ എന്ത് വിമർശിക്കാൻ പാടില്ലേ? അഖിലിനെ വിമർശിച്ചു കഴിഞ്ഞാൽ വിമർശിക്കുന്നവരെല്ലാം എന്ത് കള്ളന്മാരായി പോകും? അതൊക്കെ ഭയങ്കര മോശമാണ്. അഖിലിന് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അഖിലിന് അടുത്തൊരു രാഷ്ട്രീയ ഭാവിയായിരിക്കും അഖിൽ കാണുന്നത്. അപ്പൊ ഞാൻ ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചില്ലേ, ഞാൻ ജനങ്ങളെ കൂടെ നിന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ രാഷ്ട്രീയത്തിലൂടെ ഇറങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും. അതിനു വേണ്ടിയിട്ട് ഉണ്ട ചോറിനോട് നന്ദി കാണിക്കാത്തതൊക്കെ ഭയങ്കര മോശമായിപ്പോയി. പിന്നെ ഞാനെപ്പോഴും പറയുമ്പോഴാ അങ്ങനെ അതിനകത്ത് ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ രണ്ടുപേരുണ്ട് അവരാണ് ഇതിനെല്ലാത്തിനും കാരണക്കാരെ. ആ രണ്ടുപേര് അത് ആരെന്ന് പറയാനുള്ള ചങ്കുറപ്പെങ്കിലും അതിൽ മിനിമം കാണിക്കണം. അപ്പോഴത്തേക്ക് ഇങ്ങനെ കിടന്ന് ഉരുണ്ട് മറിഞ്ഞ് എന്തായത്? ഇതാണോ ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? നമുക്കിത് ബാക്കിയും കൂടെ ഒന്ന് കേട്ടു നോക്കാം. അല്ലെ ഇപ്പൊ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളും പറയാം, പക്ഷെ അത് പ്രൂഫ് ഇല്ലാത്ത സമയത്ത് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഈ ഷോയിൽ ഇതിന് മുന്നേ വന്നേക്കുന്ന വ്യക്തികളും എല്ലാവരും നിങ്ങൾക്ക് അവിടെ പൈസ കിട്ടുന്നുണ്ട്, പക്ഷെ ഇവരുടെ ലൈഫ്സ് ആണ് അവിടെ എഫക്റ്റ് ആവുന്നത്. മനസ്സിലായില്ല? അപ്പൊ അതിന്റെ ഒരു കുറച്ചൊരു കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ ബ്രോ വളരെ അടിപൊളിയായിരിക്കും. അല്ലാത്ത പക്ഷം നിങ്ങളൊരു കിടിലും പൊളിറ്റീഷ്യൻ ആണ് ബ്രോ. ഇൻ ടൈം ഐ ഹോപ്പ് മറ്റേ സ്റ്റേറ്റ് കാറിൽ മറ്റേ എന്നൊക്കെ ഒന്ന് പറഞ്ഞ് നിങ്ങൾ പോയി അങ്ങനെ പോകുന്നൊരു സിറ്റുവേഷൻ വരട്ടെ 100% ആയിട്ട്. ആൻഡ് അങ്ങനെ വരുമ്പോൾ എനിക്കും പറയാലോ, എനിക്കറിയാവുന്ന പുള്ളിനെ എന്നൊക്കെ എനിക്കും പറയാലോ ബ്രോ. സോ യു ആർ ബ്രില്യൻറ്റ്, ലൈക്ക് സല്യൂട്ട് യു ഫോർ യുവർ ബ്രില്യൻസ്. ഇത്രയൊക്കെ പറയാനുള്ളൂ. അപ്പം 100% എനിക്കറിയാം നിങ്ങളെല്ലാവരും തെറി പറഞ്ഞ് പൊങ്കാലിട്ട് അങ്ങ് തീർക്കുന്നു. എനിക്ക് തേങ്ങയില്ല ബ്രോ എന്നുള്ളതും പറഞ്ഞു. എൻ്റെ വീട്ടുകാരൊന്നും പറയാൻ മറക്കണ്ട. പ്ലീസ് ഔട്ട്. അതാ ഈ കുറച്ച് ആൾക്കാര് പിന്നെ സപ്പോർട്ട് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ആൾക്കാർ അഖിൽ എന്ത് പറഞ്ഞാലും കേൾക്കും, അഖിലിനെ കുറിച്ച് പറയുന്നവരൊക്കെ കയറി പൊങ്കാലിടും എന്ന് വിചാരിച്ചുകൊണ്ട് എന്തും പറയാനൊന്നും വിചാരിക്കണ്ട. അങ്ങനെ എല്ലാം കേട്ടോണ്ടൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. എനിക്ക് വ്യക്തമായിട്ട് അറിയാം അഖിലിന്റെ കുറച്ച് കാര്യങ്ങൾ ബിഗ് ബോസിനകത്ത് ഉണ്ടായിരുന്നപ്പോഴത്തേക്കും. അഖിൽ എന്താ അവിടെ ചെയ്തത്? ശക്തരായ രണ്ടുപേരെ കൂട്ടുപിടിച്ചു അഖിൽ. ആദ്യം ഒന്ന് വിഷ്ണുവിനെയും 2 ഷിജുവിനെയും, അല്ലെ? ശക്തരായ രണ്ടുപേരെ കൂട്ടുപിടിച്ചിട്ടാണ് അഖിൽ ഗെയിം കളിച്ചത്. എന്നിട്ട് അവരെ മാനസികമായിട്ട് തളർത്തി അഖിലിന്റെ അണ്ടറിൽ കൊണ്ടുവന്നു, അല്ലെ? ഷിജുവിനെയും വിഷ്ണുവിനെയും കളിക്കാൻ പറ്റാണ്ടാക്കിയതിന്റെ പ്രധാനപ്പെട്ട ആള് അഖിൽ ഞാൻ വിളിച്ചു പറയും. ഷിജുവിന് അല്ലെങ്കിൽ ഇതിന്റെ കപ്പ് അടിക്കേണ്ട ഒരാൾ ഷിജു ആയിരുന്നു. ഓക്കെ, അതിനെ ഷിജുവിനെ കളിക്കാൻ അനുവദിക്കാതെ ഷിജുവിനെ അഖിലിന്റെ അണ്ടറിൽ കൊണ്ടുവന്നു വിഷ്ണുവിനെ മാനസികമായിട്ട് തളർത്തി അവിടെ നിന്ന് പുറത്താക്കി. അഖില് കളിച്ചിട്ടുള്ളത് പോലത്തെ ഡ്രാമ, അഖില് കളിച്ചിട്ടുള്ളത് പോലത്തെ എന്തുവാ, അഖില് കഴിഞ്ഞ സീസണിന്റെ മെയിൻ ആയിട്ടുള്ള മുഖമുദ്ര തന്നെയാണ് മുഖംമൂടി ഇല്ലാത്ത, അതായത് റിയൽ ക്യാരക്ടർ. അഖിൽ ഒരിക്കലും റിയൽ ആയിരുന്നില്ല. ആട്ടിൻ തോലിട്ട ചെന്നായി എന്ന് വേണമെങ്കിലും അഖിലിനെ പറയാം. അപ്പം വന്ന് ഇരുന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കും അത് ബാക്കിയുള്ളവർക്കും കുടുംബമുണ്ട്, ബാക്കിയുള്ളവർക്ക് പിന്നെ വിഷമം ഉണ്ടാവും. അല്ലെങ്കിൽ ഇങ്ങനെ കാർഡടിച്ച് വെടിവെച്ചിട്ട് എല്ലാവരും കൂടെ കിടന്നിട്ട് പിന്നെ അതിനെ അഖിൽ മാറ്റി പറഞ്ഞു. ഞാൻ എല്ലാവരെയും പറഞ്ഞില്ല, കുറച്ച് ആൾക്കാരെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അഖിൽ വീണ്ടും ഉരുണ്ടു. അതിനകത്തുള്ള 2 പേരെ കുറിച്ചാണ് പറഞ്ഞു. എന്നിട്ട് അഖിൽ കോഴിക്കട്ടവന്റെ തലയിലെ പൂട കാണത്തുള്ളൂ എന്നുള്ള ഡയലോഗ്, അഖിലിന് അമ്മി പുറത്താക്കാൻ പറ്റിയ ഡയലോഗ്, കുറച്ച് ഡയലോഗ് പഠിച്ചു വെച്ചിട്ട് പറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും വില പോവില്ല അഖിലെ. ഇതിനഖിൽ മറുപടി പറഞ്ഞേ പറ്റൂ.
രണ്ടുപേരാരാണെന്നെങ്കിലും അതിൽ മിനിമം പറയാനുള്ള ഒരു ബാധ്യത അഖിലിനുണ്ട്. കാര്യം ഇത്രയും വലിയൊരു ഭൂതത്തിനെ കുപ്പിന്ന് തുറന്നു വിട്ടത് അഖിലാണ്. അപ്പോൾ അഖിൽ മിനിമം അത് ആരാണ് ആ രണ്ടുപേരെന്നെങ്കിലും അഖിൽ പറയുക. അപ്പോഴത്തേക്കും ബാക്കിയുള്ള ആൾക്കാർക്ക് ക്ലാരിറ്റി ഉണ്ടാകത്തുള്ളൂ. പിന്നെന്താ പറയാ, ജിൻഡോ അതിനകത്തൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, സ്വന്തം നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണെന്ന് തോന്നിയാൽ സ്വന്തം കൂടപ്പിറപ്പാണെങ്കിലും ജനിപ്പിച്ച തന്തയാണെങ്കിലും കൊന്നേക്കണമെന്നുള്ള ഡയലോഗ്. ആ സ്റ്റേറ്റ്മെന്റ് വേറൊരു പതിപ്പ് തന്നെയാണിത്. നിലനിൽക്കാൻ വേണ്ടിയിട്ട് പറയുന്ന കുറെ കാര്യങ്ങളിൽ കുറെ പാവപ്പെട്ട ആൾക്കാർ പെട്ടുപോകുന്നു. അതിൽ കുറെ ആൾക്കാർക്ക് സംശയത്തിന്റെ നിഴലിൽ അവർക്ക് ജീവിക്കേണ്ടി വരും. പുതിയതായിട്ട് പോകാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർക്ക് അതും ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യും ഇങ്ങനെയുള്ള ഷോയിലോട്ട്. ഇപ്പം ഇന്നലെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്ന ഒരു ലേഡി വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരി സെക്ഷൽ അതിന് വേണ്ടി സെക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഓഡിഷന് പോയപ്പോഴത്തേക്ക് വിളിച്ചു എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ അതിന് ടാക്സ് അഖിലേട്ട താങ്ക് യു എന്ന് പറഞ്ഞിട്ടാണ് അതിൽ തുടങ്ങുന്നത് തന്നെ. അപ്പം ഇനി ഇതിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാർ, ഇനി ഇതിലോട്ട് ഇപ്പം ഓൾറെഡി നിൽക്കുന്ന ആൾക്കാർ, ഓടിൽ നിന്ന ആൾക്കാരും അവരെല്ലാവരും ഇങ്ങനെയൊക്കെ പോയ ആൾക്കാരാണെന്നുള്ളതിൻ്റെ ഒരു പതിപ്പാണ് ആ ലേഡി വന്ന് പറഞ്ഞത്. നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് കൊടുത്തത് ഞാൻ പോയപ്പോഴും എന്നെ ഇങ്ങനെ ചോദിച്ചു എന്ന്. സത്യമായിട്ട് ഞാൻ പറയാം, അങ്ങനെ എൻ്റെ അറിവിലില്ല. ഓക്കെ, ഞാൻ ആരെയും വെള്ളപൂശണയല്ല. എനിക്ക് എന്നെ ഇപ്പം ഈ ഒരു ഷോയിൽ തന്നെ ഞാൻ എങ്ങനെയാണ് പുറത്തായെന്നറിയാം. എനിക്ക് അങ്ങനെ കള്ളം പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് ആരെയും വെള്ളപൂശേണ്ട കാര്യമല്ല. എനിക്ക് ഏഷ്യാനെറ്റോ അല്ലെങ്കിൽ ബിഗ് ബോസോ അല്ലെങ്കിൽ ഇതിനകത്തുള്ള ആൾക്കാരൊന്നുമല്ല ചെലവിന് വരുന്നത്. ഓക്കെ, അതുകൊണ്ട് എനിക്ക് ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ എൻ്റെ അറിവിൽ അങ്ങനെയൊന്നും ഇല്ല. പിന്നെ നാദിര പറഞ്ഞതുപോലെ രണ്ടുപേർ തമ്മിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവർ തമ്മിലുള്ള കാര്യം. ആ ഒരു പേര് പറഞ്ഞിട്ട് കോൺട്രവേഴ്സിക്ക് വേണ്ടിയിട്ട് അഖിൽ യൂസ് ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പെണ്ണുങ്ങൾ വിളിച്ച് കൂടെ കിടത്തിയിട്ടാണ് അവസരം കൊടുക്കുന്നത്, ആൾക്കാരുടെ നിന്ന് കമ്മീഷൻ വാങ്ങിയാണ് അവസരം കൊടുക്കുന്നത്. ആ വേർഡ്സാണ് അഖിൽ കൂടുതൽ കോൺട്രവേഴ്സിക്ക് വേണ്ടി യൂസ് ചെയ്തത്. അഖിൽ അല്ലാണ്ട് അഖിലിന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളല്ല പറഞ്ഞത്. കോൺട്രവേഴ്സിക്ക് വേണ്ടി അഖിൽ യൂസ് ചെയ്ത കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മ്ലേച്ഛമായിട്ടുള്ള കാര്യമായി പോയി. നമ്മൾ പിന്നെ യൂട്യൂബിലൊക്കെ ഇങ്ങനെ കാണുമല്ലോ, ഒരു വീഡിയോയുടെ മേളിൽ പിന്നെ എന്തുവാ അതിന്റെ കുറച്ച് ടാഗ് ലൈൻ കൊടുത്തിട്ടുണ്ടാവും, അങ്ങനെ ആൾക്കാർ കയറി കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ അഖിലിന് ഈ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട്, അഖിലിന്റെ അതിനൊരു മൂർച്ച കൂടാൻ വേണ്ടിയിട്ടാണ് അഖിൽ ഇങ്ങനത്തെ ഈ ഡയലോഗ് ഒക്കെ അടിച്ചിട്ട് ആൾക്കാരെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട്. കാര്യം ജനങ്ങൾക്ക് കുറച്ചൊക്കെ എരിവും പുളിയൊക്കെ ഇഷ്ടമാണല്ലോ, അല്ലേ? അതാ ജനങ്ങളെ പൾസ് അഖിലിനറിയാം. കുറച്ച് എരിവും പുളിയും ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അവരിരുന്ന് കണ്ടോളും എന്നുള്ളൊരു ധാരണയിലാണ് അഖിലിങ്ങനെ സംസാരിച്ചത്. ഓക്കെ, അപ്പം മറ്റുള്ള ആൾക്കാരെ അടിച്ചമർത്തിക്കൊണ്ട് മുന്നോട്ട് വന്ന ഒരാളാണ് തന്നെയാണ് അഖിലും. അല്ലെങ്കിൽ ഷിജു ഈ കഴിഞ്ഞ സീസണിലെ കപ്പും കൊണ്ട് ഈസിയായിട്ട് വീട്ടിൽ പോകാനാണ്. അപ്പം ഷിജുവിനെ അണ്ടറിൽ നിർത്തി. അത് കഴിഞ്ഞിട്ട് അവർ തമ്മിലുള്ള കോൺട്രവേഴ്സി. അഖിൽ പുറത്ത് പോയിരുന്നാലും നിങ്ങൾക്ക് എന്തൊരു ആവശ്യം ഉണ്ടെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ ആദ്യം വന്ന് നിൽക്കുന്ന ഞാനായിരിക്കും. അതിൽ ഓരോ ആവശ്യത്തിനും പോകത്തില്ല, ഓരോ ആവശ്യത്തിനും. ഉദാഹരണത്തിന് ഓരോ ഓൾ ദ ബെസ്റ്റ് വീഡിയോ എടുത്ത് അയച്ചു തരാൻ പറഞ്ഞാൽ പോലും അഖിൽ പൈസ ചോദിക്കുന്ന ഒരാളാണ്, പൈസ എണ്ണി മേടിക്കുന്ന ഒരാളാണ് അഖിൽ. പണത്തിന് മേലിൽ അഖിൽ പറക്കത്തില്ല. പണം തന്നെയാണ് അഖിലിന്റെ മെയിൻ ആയിട്ടുള്ള മോട്ടീവ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഖിൽ സംസാരിച്ചിട്ടുള്ള ഒരു കോൺട്രവേഴ്സി ഇങ്ങനെ ഉണ്ടാക്കി വിട്ടു. ഈ കോൺട്രവേഴ്സി ഉണ്ടാക്കി വിട്ടതുകൊണ്ട് ബിഗ് ബോസിനോ അല്ലെങ്കിൽ ബിഗ് ബോസ് സീസൺ 6നോ എന്തെങ്കിലും സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒന്നും സംഭവിക്കില്ല. 100 ദിവസം ഇത് മുന്നോട്ട് പോയിട്ട് ഇതിൽ വിന്നർ കപ്പം കൊണ്ട് പോവും. ഓക്കെ, അപ്പം ഇതിൽ ബാധിക്കുന്നത് കുറച്ച് നിരപരാധികളായിട്ടുള്ള ആൾക്കാരായിരിക്കും. കുറച്ച് അതിൽ പങ്കെടുത്തിട്ടുള്ള കുറച്ച് ലേഡീസിനായിരിക്കും ഇത് ബാധിക്കുന്നത്. നിങ്ങൾ അതെന്താ ചിന്തിക്കാത്തത്? ഇത് എനിക്ക് വേണ്ടി സംസാരിക്കുന്നതോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടിയിട്ട് ഒരു കോൺട്രവേഴ്സി ഞാൻ ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ എന്നെ ആൾക്കാർ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒന്നും നിങ്ങൾ ആരും വിചാരിക്കേണ്ട. അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അല്ല. ഇത് ഞാൻ ആ സീസണിൽ പങ്കെടുത്ത ഒരാളായിരുന്നത് കൊണ്ടും എനിക്ക് ആ സീസണിൽ പങ്കെടുത്ത ഒരുപാട് ആൾക്കാരെ അറിയാവുന്നത് കൊണ്ടും എനിക്ക് അഖിലിനെ അറിയാവുന്നത് കൊണ്ടുമാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത്. ഇങ്ങനെ ഈ ഒരു വിഷയത്തിൽ ഞാൻ ഇടപെട്ടത്. അഖിൽ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഹലോ, ഹായ്. ഇത് എനിക്ക് എന്നെ ഇഷ്ടമുള്ള ഒരാൾ എനിക്ക് അയച്ചു തന്നതാണ്. ആളിൻ്റെ പേര് വന്നിട്ട് ആദർശ് എന്നാണ്. ആദർശ് എനിക്ക് തൃശ്ശൂരാണ് പുള്ളിക്കാരൻ്റെ സ്ഥലം. അപ്പം നമുക്ക് നോക്കാം എന്താണെന്ന്. അടിപൊളിയായിട്ടൊക്കെ പാക്കൊക്കെ ചെയ്തിട്ടുണ്ട്. Okay, thank you so much, Adarsh bro. Thank you so much.
അത് നമ്മളെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെന്ന് അറിയുമ്പോഴത്തേക്കും കിട്ടുന്ന സന്തോഷം വളരെ വലുതാണ്. എൻ്റെ ഒരു പ്രീഷ്യസ് ഗിഫ്റ്റായിട്ട് ഞാനിത് വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച് ആദർശ് ബ്രോ.